നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ വരാനിരുന്ന അടുത്ത വർഷം മെയിലൊക്കെ വരാനിരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അടക്കം അതിനുശേഷം വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് സീക്രട്ട് വാർസും രണ്ട് പടങ്ങളും ഓൾമോസ്റ്റ് ഏതാണ്ട് 7 മാസത്തോളം ഡിലേ ആയിരിക്കുകയാണ്. അതായത് അടുത്ത വർഷം മെയ് 2026 വരാനിരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അടുത്ത വർഷം ഡിസംബറിലാണ് റിലീസാകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, പറഞ്ഞ ടൈമിൽ നിനക്കൊന്നും പടം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് തേങ്ങടാ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതല്ലേ, 2027-28 ഈ റേഞ്ചിൽ പടം വരുന്നങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ മനുഷ്യനൊക്കെ ആശ വന്നിട്ട് വെറുപ്പിക്കുന്നതെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. കാരണം അവർ ചെയ്തതും അങ്ങനെ തന്നെയാണ്. കാരണം റിലീസ് ഡേറ്റ് കൺഫേം ചെയ്ത് ഹൈപ്പ് കയറ്റിയിട്ട് അവസാനം പറയാം ഇനി 7 മാസം കഴിഞ്ഞിട്ടേ പടം തരത്തുള്ളൂ എന്ന്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ ഇനിയും ഡിലേ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഡിസംബർ 2026 എന്ന് പറയുമ്പോൾ ഈ ഡൂംസ്ഡേ എന്ന് പറയുന്ന പടം തന്നെ ഡയറക്റ്റ് ഡൂൺ 3 ആയിട്ടാണ് ഫ്ലാഷ് റിലീസ് ആവുന്നത്. ഇതെപ്പോഴുള്ള നമ്മുടെ ഡിസ്നിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കാരണം ക്രിസ്മസ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഫാമിലീസൊക്കെ ഫ്രീ ആയിട്ടുണ്ടാവുക. ആ ടൈമിലായിരിക്കും അധികം ഡിസ്നി പടങ്ങൾ ഇറക്കുക. ഉദാഹരണത്തിന് നമ്മുടെ അവതാർ പോലെയുള്ള ഡിസ്നി പടങ്ങളൊക്കെ അധികം ഡിസംബർ മാസത്തിലായിരിക്കും ഇറക്കുക. അത് തന്നെയായിരിക്കും അവരുടെ മെയിനായിട്ടുള്ള എയിമും, പൈസ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്തിനാണ് ഈ ഡിലേ നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇനി ഈ ഡിലേ നടക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഒരു സൈഡിൽ ഷൂട്ടിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ ഒരുപാട് ഫാൻസ്, ഒരുപാട് ലീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെറ്റ് പിക്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ലീക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം അതിലുള്ള ആക്ടേഴ്സ് വരെ അതിൽ അഭിനയിക്കുന്ന സീക്വൻസ്, ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മുടെ ആൻ്റണി മെക്കിനെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം ഡൂംസ്ഡേനെ കുറിച്ചിട്ടുള്ള ലീക്കുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ കാരണം കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു ഡിലേ നടന്നിട്ടുള്ളതും. അതായത് ഒരുപാട് കാര്യങ്ങൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മൊത്തം സ്ക്രിപ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ മാർവൽ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് 100-ൽ 1% പോലും ചാൻസ് ഇല്ല. കാരണം ഇങ്ങനെ ലീക്സിനെ പേടിച്ചിട്ട് സ്ക്രിപ്റ്റ് മാറ്റുന്ന ടീംസൊന്നും അല്ല മാർവൽ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ നോ വേ ഹോം. നോ വേ ഹോമിൽ 3 സ്പൈഡർമാൻ വരുന്നുണ്ട്. അതിൽ ആൻഡ്രൂ ഗാർഫിൻ്റെ പടം വരെ ലീക്കായി. എന്നിട്ട് വരെ അവർ പടം ധൈര്യത്തോടെ ഇറങ്ങി ഓൾമോസ്റ്റ് 2 ബില്യൺ ക്ലബ്ബിൽ പടം കയറുകയും ചെയ്തു. പിന്നെ നമ്മൾ സീക്രട്ട് വാർസിൻ്റെ സ്റ്റോറി, ഡൂംസ്ഡേയുടെ സ്റ്റോറിയൊക്കെ ഓൾമോസ്റ്റ് ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മാർവൽ പടങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാരണം ഓൾറെഡി ഇതൊക്കെ കോമിക് ബുക്ക് മൂവീസാണ്. കോമിക് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ അല്ലെങ്കിലും ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ ആയിരിക്കും ഇവർ പടങ്ങൾ തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ലീക്സിനൊന്നും മാർവലിന് പേടിക്കേണ്ട കാര്യം തന്നെയില്ല. കാരണം സ്റ്റോറി ഓൾമോസ്റ്റ് എന്തായിരിക്കും നോക്കൂ മാർവലും ഓഡിയൻസിന് അറിയാമെന്ന് മാർവലിനും അറിയാം. പിന്നെ എല്ലാത്തിൻ്റെ അവസാനം ഹീറോ ജയിക്കുന്നു, ഹീറോ ടീം ജയിക്കുന്നു നമുക്കും അറിയാമല്ലോ. സോ അതൊന്നുമല്ല കാരണം. 3 മെയിനായിട്ടുള്ള വേറെ തന്നെ കാരണങ്ങളുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ആദ്യത്തെ കാരണമാണ് സ്ക്രിപ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും റൂമേഴ്സൊക്കെ. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്ക്രിപ്റ്റ് തന്നെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിലാണ് സ്ക്രിപ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാറൊക്കെ ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരേ ടൈം 2 പടങ്ങളും അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മൊത്തം പടത്തിൻ്റെ ഈ 2 പടത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഫിനിഷ് ചെയ്ത് ആ സ്ക്രിപ്റ്റുകൾക്ക് 2-3 ഓൾട്ടർനേറ്റീവ് സ്ക്രിപ്റ്റുകൾ, അതായത് ചിലപ്പോൾ ഇതിങ്ങനെ ലീക്ക് നടക്കുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഓൾട്ടർനേറ്റീവ് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അത് അതിലുള്ള ആക്ടേഴ്സിന് കൊടുത്തിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അത് വിശ്വസിപ്പിച്ചിട്ട്, അതായത് അതിലുള്ള ആക്ടേഴ്സിന് പോലും സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെയായിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് സ്ക്രിപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാറൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫേക്ക് സ്ക്രിപ്റ്റുകൾ മാത്രമല്ല ഒരുപാട് ഫേക്ക് ഷോർട്സുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ എൻഡ് ഗെയിമിൽ തന്നെ നമ്മുടെ നട്ടാഷ ആ വോർമെയറിൽ പോകുമ്പോൾ വോർമെയറിൽ താനസും നട്ടാഷയും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ആ പടത്തിൽ ആ സീനൊക്കെ വരുന്ന വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സീനേ അല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പടത്തിൽ സംഭവിച്ചത്. പക്ഷേ ഡൂംസ്ഡേയിൽ ഇതുവരെ അതുപോലും നടന്നിട്ടില്ലെന്നത്രേ. അതായത് നമ്മുടെ സ്ക്രിപ്റ്റ് പോലും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന്. പക്ഷേ ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഡിലേ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഉള്ളതാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം സീരിയൽ പോലെ പോകുന്ന പോക്കിന് ഒരു പടത്തിനെ എഴുതിക്കൊണ്ട് തന്നെ എടുക്കാൻ പറ്റത്തില്ല. അതും ഡൂംസ്ഡേ പോലെ അത്രയും പ്രധാനപ്പെട്ടിട്ട് മാർവലിൻ്റെ തലവരെ തന്നെ മാറ്റാൻ പോകുന്നൊരു പടം. സോ ചിലപ്പോൾ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടായിരിക്കും അവർ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഡിലേ ആയതും. ചിലപ്പോൾ ഒരു 70-80% കംപ്ലീറ്റ് ആയിട്ടുണ്ടാവാം, ബാക്കിയായിരിക്കും ചിലപ്പോൾ ഫിനിഷ് ചെയ്യാനുള്ളത്. ഇതാണ് ഇപ്പോൾ ഡിലേക്കായിട്ടുള്ള മേജർ കാരണമായിട്ട് പറയുന്നത്. കാരണം ഇതിൽ സ്ക്രിപ്റ്റിൽ വല്ല ചേഞ്ചസും വരുവാണെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഷൂട്ടിങ്സൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇനി നമ്മുടെ മൊത്തം പടം തന്നെ വീണ്ടും ഒന്ന് ഫ്ലോയിൽ പോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂ ആകുമ്പോൾ ഓഫ്കോഴ്സ് എന്തായാലും ഡിലേ ഉണ്ടാവുമല്ലോ. കാരണം ഈ പടം ഷൂട്ടിങ് ചെയ്തതിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷന് പോകണം. കാരണം ഇങ്ങനത്തെ ഒക്കെ പടങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് പോസ്റ്റ് പ്രൊഡക്ഷനാണ്. കാരണം VFX ഒക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ചെയ്യുന്നത്. അതായത് മേജർ ഒരു 80-70% ഈ പടങ്ങളുടെയും പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് മൊത്തം സ്റ്റോറി തന്നെ ഉണ്ടാവുക.
സോ അതൊന്നും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. കാരണം ഇതിൽ കൊട്ടക്കണക്കിന് സൂപ്പർ ഹീറോസ് വരാൻ പോകുന്നുണ്ട്. മൾട്ടിവേഴ്സിനെ തന്നെ ഒരുപാട് എക്സ്ട്രീം രീതിക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നും പറയുന്നുണ്ട്. സോ സ്ക്രിപ്റ്റ് തീർത്ത്, ഷൂട്ടിംഗ് തീർത്ത്, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ഡിലേ എന്തായാലും സംഭവിക്കുമല്ലോ. സോ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ, ആ കൃത്യ ടൈമിന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ റഫായിട്ടായിരിക്കും നടക്കുക. ആ പടത്തിന് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ക്വാളിറ്റി ആയിട്ടൊരു പടം ഉണ്ടാവണമെങ്കിൽ അതിന് ഡിലേ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ കോൺട്രാക്ട്സ് ആണ്. അതായത് നിങ്ങൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റിലുള്ള ആ ചെയറുകൾ ശ്രദ്ധിച്ചത്ര കാണാം, ഒരുപാട് ക്യാരക്ടേഴ്സിനെ അടുക്കി വെച്ചിട്ടുണ്ടാവും, ആക്ടേഴ്സിനെ. പക്ഷെ അതിൽ ചില മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് മാത്രം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അതിൽ മെയിനായിട്ട് അപ്പിയർ ആവേണ്ട ചില ക്യാരക്ടേഴ്സിൻ്റെ കോൺട്രാക്ട്സ് തന്നെ ഇതുവരെയും കൺഫേം ആയിട്ടില്ല. കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ കോൺട്രാക്ട്സ്. അതായത് ഈ പടത്തിൽ അഭിനയിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ, അത് എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊന്നും ഇതുവരെയും കൺഫേം ആയിട്ടില്ലാന്ന്. അതുകൊണ്ടാണ് അതിലുള്ള മെയിനായിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹീറോസിനെ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേര് പോലും ആ ചെയറിലൊന്നും ഇല്ലാത്തത്. ടോം ഹോളൻ്റെ സ്പൈഡർമാൻ ഇതുവരെ ഈ പടത്തിൽ കമ്മിറ്റ് ആവാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ അത് ആ ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ജെർമി റെന്നർ, ഹോക്കോയായിട്ട് അഭിനയിച്ച ആൾ തന്നെ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിനെ സീസൺ 2 അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പുള്ളിക്ക് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ പകുതി സാലറിയെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി അതിൽ അഭിനയിക്കത്തന്നില്ലെന്ന് പറഞ്ഞത്. സോ ഇങ്ങനെ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ശമ്പളത്തെക്കുറിച്ചും അവരുടെ ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രശ്നവും ഇപ്പോൾ മാർവലിൽ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഈ ഒരു പ്രശ്നം തീർത്തതിന് ശേഷം ഒരുപാട് ക്യാരക്ടേഴ്സിനെ ചേർത്ത് ബാക്കിയുള്ളവർ ചിലപ്പോൾ അനൗൺസ് ചെയ്തിരിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് നടക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പടം തന്നെ 3 പിരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. 3 പറയുമ്പോൾ അതിലും മെയിനായിട്ട് സെക്കൻഡായിട്ട് വരുന്ന സീക്രട്ട് വാർസിനെ തന്നെ 2 പിരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അതായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവഞ്ചേഴ്സിൻ്റെ ഈ മൾട്ടിവേഴ്സ് സാഗയുടെ തന്നെ ഒരു എൻഡിങ്ങും മാത്രമല്ല പുതിയൊരു ബിഗിനിങ്ങും ആയിരിക്കും ഈ അവഞ്ചേഴ്സ് പടമെന്ന്. അതായത് ഈ പടത്തിൻ്റെ എൻഡിൽ തന്നെ മൾട്ടിവേഴ്സിൻ്റെ എൻഡിങ്ങും മാത്രമല്ല അടുത്ത സാഗയുടെ ബിഗിനിങ്ങും ഇതിൽ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് ഈ സീക്രട്ട് വാർസ് തന്നെ 2 പിരിക്കാനുള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ പടത്തിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഡിലേ എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയൊരു സ്റ്റോറി ലൈനാണ്. അതായത് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കോമിക് എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു കോമിക്കേ ഉള്ളുവെങ്കിലും ആ ബാറ്റിൽ വേൾഡിൽ നടക്കുന്ന ഒരുപാട് സബ് സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെ കണക്റ്റഡാണ് ഈ സീക്രട്ട് വാർസ് കോമിക്കുമായിട്ട്. അതൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ മൊത്തം സീക്രട്ട് വാർസ് തന്നെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ചിലപ്പോൾ 2 പാർട്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സാഗ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരുന്നു. പക്ഷെ അങ്ങനെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം സീക്രട്ട് വാർസിൽ ഈ മൾട്ടിവേഴ്സ് സാഗ എൻഡ് ചെയ്തിട്ട് പിന്നെ ബാറ്റിൽ വേൾഡ് സാഗ വരുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ വരുന്ന തോന്നുന്നില്ല. ഒന്നെങ്കിൽ ഡൂംസ്ഡേ പാർട്ട് 1 ആൻഡ് പാർട്ട് 2, അല്ലെങ്കിൽ സീക്രട്ട് വാർസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഏത് പാർട്ട് 2 ആക്കുന്നത് ദൈവത്തിനെ അറിയുള്ളൂ. ഏത് പടം പാർട്ട് 2 ആയിട്ട് പിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. വേറൊരു റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറയുന്നത് തന്നെ ഈ മൾട്ടിവേഴ്സ് സാഗയുടെ ഒരു എൻഡിങ് പോലെ ഒരു കംപ്ലീറ്റ് ഒരു എൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും. സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് തന്നെ പുതിയ സാഗയുടെ തുടക്കമാണെന്നാണ്. അതായത് അടുത്ത സാഗ തന്നെ കിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ വന്നിരിക്കുന്ന ലീക്സൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ സീക്രട്ട് വാർസോ ഡൂംസ്ഡേ ഏതോ ഒന്നിന് പാർട്ട് 2 വരാൻ വേണ്ടി പോവാണ്. സോ ഇതും സ്ക്രിപ്റ്റ് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സോ എന്താവുന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ പിരിച്ചാൽ ഇപ്പം എന്നെ ആൾക്കാർ വേണ്ടെന്നാണ് പറയാൻ പോകുന്നത്. നന്നായിട്ട് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. സോ ഈ 3 പോയിൻറ്റ്സാണ് ഇപ്പം മെയിനായിട്ട് ഈ ഡിലേക്ക് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആരാ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനൊരു പടം വേണമെന്ന്? വേണം, തരുന്നത് മര്യാദയ്ക്ക് തരിക. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ റഷിലായി കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഡിലേ ആവും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഫോൾട്ട് വരും. അങ്ങനെ VFXൽ അതൊരു പ്രശ്നമാവും. ഡൂംസ്ഡേ പോലത്തെ ഒരു പടത്തിൽ VFX ഒക്കെ ഒരു പ്രശ്നമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ അതൊരു വലിയ മോശം തന്നെയായിരിക്കും. അതും നമ്മുടെ മാർവലിൻ്റെ ഒരു ഫേസ് തന്നെ എൻഡ് ആവാൻ പോകുന്ന ഒരു പടത്തിൽ. സോ ഇപ്പോഴത്തേക്ക് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സ്പൈഡർമാൻ 4 ശേഷമാണ് റിലീസാകാൻ വേണ്ടി പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു പ്രീക്വലായിരിക്കും അവഞ്ചേഴ്സ് 4 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് എങ്ങനെയാണ് ഇൻഫിനിറ്റി വാറിന് ശേഷം ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് വന്നത് അതേപോലെ ആയിരിക്കുന്നു. അതായത് ആ മൊത്തം സ്റ്റോറി തന്നെ ഒരു സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ട് കാണിച്ചിട്ട് അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു എൻഡിങ് കാണിച്ചിട്ട് അത് ഡയറക്റ്റായിട്ട് ഡൂംസ്ഡേയിൽ ലിങ്ക് ചെയ്യുന്ന പോലെ ആ ഒരു സെയിം കോൺസെപ്റ്റിലാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ വരാൻ പോകുന്നതെന്നായിരുന്നു ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നത്. അതായിരുന്നു ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യവും. അതുകൊണ്ട് തന്നെ ഈ ഡൂംസ്ഡേയിൽ സ്പൈഡർമാൻ അപ്പിയർ ആവുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ട് ഇപ്പോൾ. സോ ഡൂംസ്ഡേയിൽ ഇപ്പോൾ സ്പൈഡർമാൻ അപ്പിയർ ആവാനുള്ള ചാൻസസ് ഒരു 70-80% ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ക്യാമിയോ ഒന്നല്ലാതെ ഒരു മെയിൻ റോൾ തന്നെ സ്പൈഡർമാൻ ചിലപ്പോൾ ഉണ്ടാവാം. എത്ര പേര് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മുഖമുള്ള ഡൂമിനെ സ്പൈഡർമാൻ കാണുമ്പോൾ ആ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷമുണ്ട് ഡൂംസ്ഡേ റിലീസാകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈമുണ്ട്, കൃത്യമായിട്ട് എടുത്താൽ കൊള്ളാം. എന്തൊക്കെയാണെങ്കിലും ഈ ഡിലേ ഒരുപാട് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.
ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 1.5 വർഷത്തേക്ക് ആകെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് ഒരൊറ്റ പടം മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മുടെ ഡൂംസ്ഡേ. അതായത് ഈ ഫാന്റാസ്റ്റിക് ഫോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 വർഷത്തിന് ശേഷം നമ്മളെ മാർവലിൻ്റെ ഒരു പടം തന്നെ ഇനി കാണാൻ പോകുന്നുള്ളൂ. നടുവിൽ ഇതുവരെ വേറെ ഒരു പടവും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്ന് വിചാരിച്ച് TV ഷോസ് ഒന്നും വരാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വർഷത്തിൻ്റെ എൻഡിൽ തന്നെ നമ്മുടെ വണ്ടർമാനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഷോ വരാൻ വേണ്ടി പോകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പണിഷറിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷൻ തന്നെ വരുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമുക്കറിയാലോ അയൺ ഹാർട്ട്, ആ സാധനമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മാർവലിൻ്റെ ഒരു ഫാൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ഒക്കെ ഇടേണ്ട സ്ഥിതിക്ക് എന്തായാലും ഇരുന്ന് കണ്ടല്ലേ പറ്റുള്ളൂ. എനിക്കറിയാം മാർവലിൻ്റെ ഈ ഫേസിൽ അനൗൺസ് ചെയ്ത ഒരുപാട് പടങ്ങൾ മുങ്ങിപ്പോയി എന്നല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലേഡ് ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വരുന്നേ തോന്നില്ല. കാരണം ഈ ഫേസ് തന്നെ എൻഡാകാൻ പോവാണ്. അടുത്ത വരാൻ വേണ്ടി പോകുന്ന മെയിൻ സാഗ തന്നെ മ്യൂട്ടൻ സാഗയാണ്. അതിൽ നമ്മുടെ ബ്ലാക്ക് വിഡോനെ എങ്ങനെയാണോ ഈ മൾട്ടിവേഴ്സ് സാഗേൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കറിവേപ്പില പോലെ ആയത്, ചിലപ്പോൾ അങ്ങനെ ബ്ലേഡിനെ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബ്ലേഡ് ഈ അടുത്ത കാലത്തൊന്നും വരുന്നത് എനിക്ക് തോന്നുന്നില്ല. അതായത് 1.5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം 2026 ഡിസംബറിൽ ഡൂംസ്ഡേ വരുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും 1 വർഷത്തിന് ശേഷം അതേപോലെ തന്നെയായിരിക്കും സീക്രട്ട് വാർസ്. അതിൻ്റെ അടുത്ത വർഷം 2027 ഡിസംബറിൽ നമ്മുടെ സീക്രട്ട് വാർസ് വരാൻ വേണ്ടി പോകുന്നത്. സോ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസൊക്കെ എന്തായാലും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.